വന്ദേ മാതരം വന്ദേ മാതരം മാ തുജേ സലാം. ദയാ റഹ്മാൻ്റെ ഇന്നത്തെ സബ്ജക്റ്റ് വന്ദേ മാതരം. ഈ വന്ദേ മാതരം കേന്ദ്ര ഗവൺമെൻറ് 2026 ചില ബില്ലുകൾ പാസ്സാക്കുന്നു. കേരളത്തിലും തമിഴ്നാട്ടിലും കുറേ ആൾക്കാർ എതിർക്കുന്നു. അതിൻ്റെ ചരിത്രം, അതിൻ്റെ ശാസ്ത്രം എന്ന് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ കേരളത്തിൽ എതിർക്കുന്നവർ അതിൻ്റെ ചില വരികൾ, കുറച്ച് വരികൾ പാടാം, മറ്റുള്ള വരികളൊക്കെ വേണ്ട, അതിൽ ദുർഗാദേവി, സരസ്വതി എന്നൊക്കെ പറയുന്നു എന്ന് പറഞ്ഞിട്ട്. നിലവിളക്കിൻ്റെ രാഷ്ട്രീയം ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമാണെങ്കിലും അതിപ്പോൾ പറയേണ്ട കാര്യമില്ല. അതൊരു എന്താ പറയുക, അത് ഈ മതപ്രീണന വോട്ടിംഗ് തന്ത്രമാണല്ലോ ഓടിക്കൊണ്ടിരിക്കുന്നത്, ഭരണതന്ത്രം. അതോടട്ടെ, പക്ഷെ വന്ദേ മാതരം വേറെ. വന്ദേ മാതരം വന്ദേ മാതരം സസ്യശ്യാമളാം മാതരം വന്ദേ മാതരം സുജലാ സുഫല സുമധുരഭാഷിണീ നനനനനാനിനി വന്ദേ മാതരം. അപ്പോൾ ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ വന്ദേ മാതരം അതൊരു 6-7 കൊല്ലങ്ങൾക്ക് ശേഷമാണ് ആനന്ദമഠം നോവലിൽ ഉൾപ്പെടുത്തിയാനുണ്ടായത്. എന്താണ് ഇതിൻ്റെ ദേശചരിത്രം, ദേശീയത എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. വന്ദേ മാതരം. വന്ദേ മാതരം അപ്പോൾ യാതൊന്നിൽ നിന്നാണോ വേദാന്ത ശബ്ദമുണ്ടായത്, ആ വേദശബ്ദത്തിൻ്റെ അർത്ഥം ജ്ഞാനം തന്നെയാണ്. ജ്ഞാനം എന്നാണ്. ജ്ഞാനം, എല്ലാ ജ്ഞാനങ്ങളും വേദമാണ്. അത് ഈശ്വരനെ പോലെ അനന്തവുമാണ്. ജ്ഞാനത്തെ ആരും സൃഷ്ടിക്കുന്നില്ല, എന്നാൽ കൃത്യമായ ജ്ഞാനത്തെ ഭാരതത്തിൽ ഋഷിമാർ സൃഷ്ടിച്ചിട്ടുണ്ട്. മറഞ്ഞു കിടക്കുന്നതിനെ മറനീക്കി കണ്ടെത്തുമെന്ന് മാത്രം, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നാൽ അത് മറഞ്ഞു കിടക്കുന്നില്ല, നമ്മുടെ ഉള്ളിലുള്ളതാണ്. ജ്ഞാനം എക്കാലത്തും ഈ ഭാരതഭൂമിയിലുണ്ട്. അത് ഈശ്വരനാണ്, പ്രകൃതിയാണ്. ഭാരതമാതാവ് വന്ദേ മാതരം. ഈ ഭാരതഭൂമി സ്ത്രീകൾക്ക് കൊടുത്തിരുന്ന പങ്ക്, ദർശനം, ഹൈന്ദവികത എന്നും ശ്രേഷ്ഠതയായിരുന്നു.
എവിടെയാണോ സ്ത്രീകൾ ആദരിക്കപ്പെടുന്നത് ആ നാട് ഐശ്വര്യമുള്ളതായിരിക്കും. അതിന് വേദകാലം മുടങ്ങി എല്ലാ സമയത്തും അതങ്ങനെ തന്നെയായിരുന്നു. ഈ ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം മാത്രം, അതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന കുറച്ച് നാളുകൾ മാത്രമാണ് ഇത് കുറച്ച് നുള്ളുവലിഞ്ഞത്. എങ്കിലും നമ്മൾ ഈ കാര്യത്തിൽ യാതൊരു വക മാറ്റങ്ങളും ഉണ്ടാക്കിയിട്ടില്ല, അല്ലേ? ആണ്. എത്ര നാരിസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത. എവിടെയാണോ സ്ത്രീകൾ ആദരിക്കപ്പെടുന്നത് ആ നാട് ഐശ്വര്യമുള്ളതായിരിക്കും. പിന്നെ ഈ അക്കാദമിക് കഴിഞ്ഞ 10-20 കൊല്ലമായിട്ട് ഇവിടെ നടനമാടിയിരുന്ന അക്കാദമിക് ടീമുകൾ, അക്കാദമിക് കൂട്ടുകെട്ട്, ഈ പറഞ്ഞ പോലെ നമ്മുടെ വ്യാസൻ്റെ ഓരോന്നിനെയും ഹിന്ദുവിൻ്റെ എല്ലാം വായിച്ച് ഇവർക്ക് മനസ്സിലാവാത്തത് എവിടെയോ പെട്ടു എന്ന് മനസ്സിലാക്കുമ്പോൾ ഓരോ സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് അതിനെ നശിപ്പിക്കാൻ, മൊത്തത്തിലുള്ള ഹിന്ദുത്വത്തെ നശിപ്പിക്കാൻ നോക്കിയിരുന്ന ആ ലോകത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു പിതാ രക്ഷതി കൗമാരേ ഭർത്താ രക്ഷതി യൗവനെ പുത്രോ രക്ഷതി വാർദ്ധക്യേ ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി. എന്താണ് ഇതിൻ്റെ പരിഭാഷ്യം? എന്താണ് ഇതിൻ്റെ ഭൗതികമായ അർത്ഥം? ഭാരതത്തിൽ എന്നും സ്ത്രീകൾ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. സ്ത്രീകൾ എന്നും സ്നേഹവും ബഹുമാനവും കൊതിച്ചുകൊണ്ടിരിക്കുന്നു. അത് ശാസ്ത്രമല്ലേ? പിതാരക്ഷതി കൗമാര എന്ന് പറഞ്ഞാൽ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് മനസ്സിലാവും. ഭർത്താരക്ഷതി യൗവനെ, അതിനു മുമ്പ് കാമുകന്മാരുണ്ടായിരിക്കാം. അത് ഭർത്താവ് എന്ന് പറഞ്ഞ വിവാഹം എന്ന സങ്കല്പം, വിവാഹസങ്കല്പം അതും ഒരു പരിധിവരെ തുടങ്ങിയത് ഭാരതത്തിൽ തന്നെയായിരിക്കണം. പുത്രോരക്ഷതി വാർദ്ധക്യേ, ഇപ്പോൾ അണുകുടുംബങ്ങളായി പുത്രന്മാർ എന്താ പറയുക, ഈ മറ്റേ നമ്മുടെ വൃദ്ധസദനങ്ങളിൽ എത്തിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഇതാ ഈ സ്റ്റേറ്റ്മെൻറ്റായിട്ട് അതൊക്കെ ഇപ്പോൾ അടുത്ത് വന്നല്ലേ ഉള്ളൂ. പിന്നെ ഭയങ്കരമായിട്ട് പറഞ്ഞ് കളിയാക്കിയിരുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി. എന്താണ് ഇതിൻ്റെ അർത്ഥം? കൗമാരത്തിൽ പിതാവിനെ കൊണ്ടും യൗവനത്തിൽ ഭർത്താവിനെ കൊണ്ടും വാർദ്ധക്യത്തിൽ പുത്രനെ കൊണ്ടും സംരക്ഷിക്കപ്പെടുന്ന സ്ത്രീ, ഭൗതികതയിൽ ആണുങ്ങളുടെ ആദരവാണ് സ്ത്രീയോടുള്ളത്. അതായത് ന സ്ത്രീ സ്വാതന്ത്ര്യമർഹി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ആവശ്യമില്ല. നിങ്ങളെപ്പോഴും അതിൻ്റെ ഫെമിനിസമായിട്ട് എന്താണ് ബന്ധത്തിന്? നിങ്ങളെപ്പോഴും സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും ഇടയിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണെന്നല്ല, അങ്ങനെയാണ് എന്നർത്ഥം. ഇതിലെന്താണ് അത്ര വലിയ തെറ്റ്? ഇതാണ് ഈ മനുവാദത്തിൻ്റെ, അതിൽ ആ ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന് പറയുന്നത് ഇത്രയും കൂടി വേറെ വല്ല വാചകം ആക്കാമായിരുന്നു എന്ന് മാത്രം. ശാരീരികതയല്ല സ്ത്രീയുടെ ശക്തി, മാനസികമാണ്. അപ്പം അങ്ങനെയുള്ള സ്ത്രീകൾ പൂജിക്കപ്പെട്ട ഈ നാട്ടിൽ ഭാരതാംബയുടെ സ്ഥാനം എന്താണ്? ഇപ്പോൾ എന്താണ് വന്ദേ മാതരം? ഈ പിതാരക്ഷതി കൗമാരേ ഭർത്താരക്ഷതി യൗവനെ പുത്രോരക്ഷതി വാർദ്ധക്യേ ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി, ഇത്രയും കൂടിയും കൂടുതലായിട്ട് ഞാൻ പറയുന്നതായിരിക്കും. ആരെങ്കിലും എതിർത്താലല്ലേ നമുക്ക് ഇത്രയും കൂടിയും പോയിൻ്റ് കൂടുതലായിട്ട് വരുള്ളൂ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ യാതൊരു തെറ്റുമില്ല ഈ 4 വാചകത്തിൽ. ഒന്നാമത്തെ അർത്ഥം. പിന്നെ വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം.
വന്ദേ മാതരം. അടുത്ത ക്ലാസ്സിൽ അടുത്ത സെഷനായിട്ട് ബാക്കിയുള്ളത് പറയാം.